ഹായ്, നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്ന ഓരോ പോസ്റ്റും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഓരോ പോസ്റ്റും ചിലപ്പോ അത് വലിയ ബിസിനസിനെ ഗുണകരമായി മാറുന്നതിന് പകരം ബിസിനസിനെ നശിപ്പിക്കുന്നതായിട്ട് മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് വിഷു ആശംസ കിട്ട ഒരു ബിസിനസ്സുകാരൻ സംഭവിച്ച ഒരു വലിയ തെറ്റിനെ കുറിച്ചാണ്. ചിലപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാകണം എന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് വലിയ വിനയായിട്ട് മാറി. ഈ സംഭവത്തിൽ നിന്ന് വളരെയധികം പാഠം ഓരോ ബിസിനസ്സുകാരും പഠിച്ചിരിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ പോസ്റ്റും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു പബ്ലിക് സ്റ്റേജ് പോലെയാണ്. അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഒരു ചെറിയൊരു കുട്ടിക്കളിയല്ല. ചില ആൾക്കാർക്ക് അത് എന്താ പറയാ, വളരെ നിസ്സാരമായി നമ്മൾ വളരെയധികം ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അവർ വളരെ ഫ്രീ ആയിട്ട് ഇടപെടാറുണ്ട്. പക്ഷെ ബിസിനസ്സുകാർക്ക് ഒരിക്കലും അങ്ങനെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. പ്രത്യേകിച്ചും മതം, സംസ്കാരം, വിശ്വാസം, രാഷ്ട്രീയം ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ചേർക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ശരിക്കും നിങ്ങൾക്കിഷ്ടമുള്ള പോസ്റ്റർ അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ബിസിനസ്സുമായി ചേർന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാകാം. മതം, ഭക്ഷണം, തമാശ ഇവ തമ്മിൽ ചേരുമ്പോൾ വളരെയധികം അപകടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള മോശമായ ഒരു പോസ്റ്റർ നിങ്ങൾ വർഷങ്ങൾ നേടിയ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളിത് ആരെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ അത് പുറത്തേക്ക് വന്ന് ഇതേപോലെ വിവാദമായാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. അതിന്റെ കേസും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേരിലായിരിക്കും വരിക. കാരണം നിങ്ങളുടെ പേരിലാണ് ആ പോസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങൾ ഇതേപോലെയുള്ള പോസ്റ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ കോണ്ടന്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റർ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ഒരു ടീമും അത് നേരത്തെ കാണണം. നിങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടാകാം. അത് കുറെ ആൾക്കാരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവാദങ്ങൾ ഇതുവഴി വളരെയധികം കുറയ്ക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഉടനെ തന്നെ അത് പിൻവലിച്ച് ആദ്യമേ തന്നെ മാപ്പ് പറയുവാൻ തയ്യാറാകണം. വേറെ ആരെങ്കിലും പറഞ്ഞതിന് ശേഷമല്ല മാപ്പ് പറയുന്നത്. അതിന് മുമ്പേ തന്നെ മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ബിസിനസ്സാണ്. ആ ബിസിനസിനെ കോട്ടം തട്ടുന്ന ഒരു കാര്യവും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തായാലും ഈ സംഭവം വലിയൊരു പാഠമായി കണ്ടുകൊണ്ട് നമ്മുടെ ഇനി വരുന്ന ഓരോ പോസ്റ്റും, പ്രത്യേകിച്ചും മതം, സംസ്കാരം, രാഷ്ട്രീയം, വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് വളരെയധികം ജാഗ്രത നിങ്ങൾ ഉണ്ടാക്കണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഉണ്ടാക്കലല്ല, ശരിക്കും പറഞ്ഞാൽ അട്രാക്ഷനാണ് ഏറ്റവും പ്രധാനം. എല്ലാ ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവന്നു എന്നൊരു കാര്യമില്ല. അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കാം. താങ്ക് യു.